പഴയന്നൂർ നായർ സമാജം 13ാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമത്തിൻ്റെയും ഉദ്ഘാടനം മുൻ സെക്രട്ടറി കെ രാംകുമാർ നായർ നിർവഹിച്ചു. പ്രസിഡന്റ് കെ എൻ വിനോദൻ പതാക ഉയർത്തിയ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സത്യനാരായണൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് കെ എൻ വിനോദൻ നായർ അധ്യക്ഷത വഹിച്ചു. മുൻ സെക്രട്ടറി ടി കമലാകരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. സമുദായത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒപ്പം ഇതര സമുദായങ്ങളുടെ ഉന്നമനത്തിനായി ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ചെയ്ത എല്ലാ ഗുരുജനങ്ങളെയും പൂർവികരെയും ഞാൻ അഭിമാനപൂർവം സ്മരിക്കുന്നു. തിന്നും വാലവും എന്നമറ്റ സൗരയോധ സഞ്ജയ പ്രപഞ്ചവും ഈ പ്രപഞ്ചവേദിയിൽ തിലകമായി ഭൂമിയും സൃഷ്ടി ചെയ്ത ശക്തിയെ നമിച്ചിടുന്നു ഞാൻ സദാ. സൃഷ്ടി ചെയ്ത ശക്തിയെ നമിച്ചിടുന്നു ഞാൻ സദാ. ജീവവായുവും തണലുമേകിടും മരങ്ങളും പൂത്തുലഞ്ഞു സൗരഭം പരത്തിടുന്ന പൂക്കളും പാടിടും കിളികളെയും ജന്തുജാലമൊക്കെയും സൃഷ്ടി ചെയ്ത ശക്തിയെ നമിച്ചിടുന്നു ഞാൻ സദാ. സൃഷ്ടി ചെയ്ത ശക്തിയെ. പഴയന്നൂർ നായർ സമാജത്തിന്റെ 13ാം വാർഷികവും കുടുംബസംഗമവുമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് കെ എൻ വിനോദൻ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സമയം വളരെ പരിമിതം, 2-2:30 ആകുമ്പോഴേക്കും നമ്മുടെ ഈ പരിപാടി വിജയകരമായി തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുശേഷം ഈ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. അതിനുശേഷം സമ്മാനദാനം ഉണ്ടാകും. അതിന് നമുക്ക് എടുത്തു പറയേണ്ടത്, നമ്മുടെ ആദ്യകാലം മുതൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള, നമുക്ക് ഇന്നും തിരുവാതിരക്കളിയുടെ ഒരു ബാലപാഠങ്ങൾ എന്ന് തന്നെ പറയാം, പകർന്നു തന്നിട്ടുള്ള അമ്മക്കുട്ടിയമ്മയുടെ തിരുവാതിര പാട്ട് അവതരണം ഈ വേദിയിലുണ്ടാകും. അതെല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചടങ്ങിൻ്റെ ഒരു ഏകദേശ രൂപം. നമുക്ക് നായർ സമുദായത്തിൽ തല ഉയർത്തിപ്പിടിച്ച് അല്പം അഭിമാനത്തോട് നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പൂർവികരായ, നമ്മുടെ ആചാര്യരായ, വിദ്യാർത്ഥികളായ ചട്ടമ്പി സ്വാമികളുടെയും അതുപോലെ തന്നെ നമ്മുടെ മന്നത്ത് പത്മനാഭൻ്റെയും എല്ലാം നിരന്തരമായ പോരാട്ടങ്ങൾ
ഈ സമൂഹത്തിലും സമുദായത്തിലും നടന്ന അനാചാരങ്ങൾക്കെതിരെയെല്ലാം അവർ പടവാള ഉയർത്തിക്കൊണ്ട് അത് ഇല്ലായ്മ ചെയ്യുന്നതിനും ഈ സമുദായത്തിനും സമൂഹത്തിനും നല്ലത് മാത്രം വരണം എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ തരത്തിലും അവർക്ക് സമൂഹത്തിൽ നിന്ന് പോലും അവഗണനയും പരിഹാസങ്ങളും ഉണ്ടായിട്ട് പോലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഒരു ആകെ തുകയാണ് നമ്മളിന്ന് ഈ സമാജം കെട്ടിപ്പടുത്തതും അതുപോലെയുള്ള നമ്മുടെ നായർ സമാജത്തിൻ്റെ എല്ലാവിധ സമഗ്രമായ വികസനത്തിനും സമുദായാംഗങ്ങളുടെ പുരോഗതിക്കെല്ലാം അവർ കാരണമായി എന്നത് തീർച്ചയായും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഞാനൊരു ഉദ്ഘാടനം പ്രത്യേകം ചെയ്യേണ്ട കാര്യം എല്ലാ സീനിയറായിട്ട് ആളുകളോട് പ്രത്യേകിച്ച് ഉദ്ഘാടനം എന്നുള്ള ആള് ഇത് നിർവഹിക്കുന്നതിൽ കൂടുതലാവുമെന്ന് എനിക്ക് തിരിച്ച് പറയാനില്ല. എങ്കിലും നമുക്ക് സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ സംഘടന നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പണ്ട് മുതൽ തന്നെ സംഘടനകൾ കണ്ടമാനമുണ്ടായിരുന്നു. പല ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യക്തിക്കും ഒരു പ്രാധാന്യമില്ല, സംഘടനയ്ക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. സംഘടന ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കും. ഉദാഹരണത്തിന് നമ്മൾ ഇത് രാഷ്ട്രീയ കക്ഷികളായാലും ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ വേറൊരു പാർട്ടിയിൽ ചെയ്തു. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെങ്കിൽ ഒരു വ്യക്തിയായി നിൽക്കുമ്പോൾ യാതൊരു ഒരു പ്രാധാന്യം ഇവർക്ക് പ്രവർത്തിക്കാൻ മേഖലയില്ല. പ്രവർത്തിക്കാൻ മേഖല വേണമെങ്കിൽ ഒരു സമൂഹം ഒരു സംഘടനയും വേണം. ആ സംഘടന ഉണ്ടെങ്കിൽ മാത്രം തന്നെ നമുക്ക് പൊതുവായി കാര്യങ്ങൾ നടത്താൻ പറ്റും. നമ്മുടെ പഴയൂർ നായർ സമാജത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയൂർ തെക്കേത്ര പൊതുവൊരു പറച്ചിലുണ്ടായിരുന്നു, ആരംഭ സൂര്യം എല്ലാ കാര്യങ്ങളിലും തുടക്കം കുറിക്കാൻ തെക്കേറ്റതായിരിക്കും. പക്ഷെ തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് കഴിയുമ്പോഴും അത് മാറിപ്പോകണൊരു അവസ്ഥ പറഞ്ഞിട്ട് പരിഹാസ സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സമാജം തുടങ്ങുന്ന സമയത്ത്. പക്ഷേ നമ്മുടെ സമാജം ഇതിൽ നിന്നും വ്യത്യസ്തമായി തുടക്കം മുതൽ ഓരോ വർഷവും വളരെ വളരെ അഭിവൃദ്ധി മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലും പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ഓരോ വർഷവും മികച്ച നേട്ടത്തോടു കൂടി തന്നെയാണ് വളരുന്നത്. അതിൽ യാതൊരു സംശയമില്ല. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. കുട്ടികൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടി അവർക്ക് വിദ്യാഭ്യാസ സഹായം, അതുപോലെ തന്നെ വൈദ്യസഹായം, വയസ്സായ ആളുകൾക്ക് നമുക്ക് പ്രകൃതിക്ഷോഭം മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മളാൽ ചെയ്യാവുന്ന സഹായങ്ങൾ നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നന്നായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതുപോലുള്ള സംഘടന സമൂഹത്തിന് വളരെ ആവശ്യമാണ്. കാരണം ഒരു വിവാഹകാര്യമായാലും 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 98